മനോഹര കാഴ്ചകൾ എവിടെ നിന്ന് കാണാമെന്നല്ലേ? കാട്ടാക്കടയിൽ നമ്മുടെ പുതിയ സർക്കാർ റെസ്റ്റ് ഹൗസിൽ നിന്നാൽ അഗസ്ത്യാർകൂടം തൊട്ടടുത്താണ്. ഐ വി സതീഷ് MLA കൂടി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രത്യേകതയേക്കാൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയല്ലേ ഈ കാഴ്ച? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. കാണുന്നത് അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടത്തിനും ഈ റെസ്റ്റ് ഹൗസിൻ്റെ മേൽക്കൂരയ്ക്കും ഇടയിൽ തടസ്സങ്ങളേയില്ല. സ്വച്ഛന്തമായ വായുപ്രവാഹമുള്ള ദൃശ്യമനോഹരമായ ഒരു അനുഭവമാണ് ഇവിടുത്തെ വൈകുന്നേരങ്ങൾ. പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ കൂടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രം കോട്ടൂരിലേക്ക് പോകുന്നത് കാട്ടാക്കട വഴിയാണ്. ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് വയലാർ പാടിയ നെയ്യാറിലേക്ക് പോകുന്നത് കാട്ടാക്കട വഴിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം അരികിലാണ്. കോവളം വളരെ അകലെയല്ല. അപ്പോൾ ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾക്ക് നടുവിലാണ് കാട്ടാക്കട എന്ന് പറയാം. ഈ അടുത്ത കാലത്താണ് ഒരു സ്വകാര്യ ഹോട്ടൽ കാട്ടാക്കട പ്രവർത്തനം ആരംഭിച്ചത്. അതൊഴിച്ചാൽ സർക്കാർ വക അതിഥി മന്ദിരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു കാട്ടാക്കട. കുളത്തോട്ടുമലയിൽ പഞ്ചായത്തിന്റെ സ്ഥലം ഏറ്റെടുത്താണ് 2,62,00,000 രൂപ ചെലവിൽ റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നത്. സ്റ്റാർ ഹോട്ടലുകളിലേതിന് സമാനമായ സൗകര്യത്തിൽ വെറും 1000 രൂപയിൽ താഴെ ഇവിടെ AC റൂം ബുക്ക് ചെയ്യാം. ഓരോ റൂമിന്റെയും ബാൽക്കണിയിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇതുപോലെ വിശാലമായ 7 റൂമുകളും ഒരു കോൺഫറൻസ് റൂമും ഭക്ഷണം കഴിക്കാൻ ഒരു ഭക്ഷണശാലയും ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് സവിശേഷതകളുള്ള ഒരു പ്രദേശത്ത് കാട്ടാക്കടയിൽ ഇങ്ങനെ ഒരു റെസ്റ്റ് ഹൗസ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെ നല്ല രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടാവും. ഒരു മിനി കോൺഫറൻസ് ഹാളുണ്ട്. അത്യാവശ്യം അവലോകന യോഗങ്ങൾ, ഔദ്യോഗിക അവലോകന യോഗങ്ങളും മറ്റും നടത്താൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഭാവിയിൽ ഇതിന് ഒരു നില കൂടി പണി കഴിപ്പിച്ച് മുറികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ പേർക്ക് താമസ സൗകര്യം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. റെസ്റ്റ് ഹൗസിലേക്ക് എത്തുന്ന കുളത്തോട്ടുമല റോഡും BMBC നിലവാരത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു. റെസ്റ്റ് ഹൗസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രാദേശിക വികസനം മെച്ചപ്പെടുമെന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.